ഇതാകെ പുടുത്തം വിടുന്നാ തോന്നുന്നത്. എന്റെ കുറെ ഫ്രണ്ട്സിനെ കൂടി വിളിക്കണം. റിയാസേ, ഇത് ഈ പെണ്ണിട്ടുന്ന കല്യാണമല്ല, പെങ്ങളെ കല്യാണം. ഒരു 2000 ആളെ വിളിച്ച് ബിരിയാണി വെച്ചു കൊടുക്കാൻ നമുക്ക് ആഗ്രഹമില്ലായിട്ടല്ലോ. പക്ഷെ ഇപ്പൊ നമ്മളെ കൊണ്ട് കഴിയൂല. വലിയ മുതലാളിമാര് നാളൊട്ടാകെ പന്തലിട്ട് ആർഭാട കല്യാണം നടത്തുന്ന മാതിരി നമ്മൾ ഇറങ്ങി തിരിച്ചാലേ പിന്നീട് കരയേണ്ടി വരും. ഓൻക്ക് അനങ്ങിയാലൊരു ചങ്ങായിമാര് പൊരക്കാരെന്തായാലും ഓൻക്ക് വിഷയല്ല. ഇതൊക്കെ എങ്ങനെയാണ് ഒപ്പിച്ചുണ്ടാക്കണേന്ന് ഈ ആലോചിച്ചിട്ടുണ്ടോ റിയാസേ? ഇനി എല്ലാരും ഇന്റെ നേരെ, ഞാൻ ആരെയും വിളിക്കില്ല. എന്നാ പോരെ. ഓ പോയി ഏർച്ചേൻ. ഏകദേശം 250 ആൾക്കാരായി. തൽക്കാലം അതിൽ നിൽക്കട്ടെ. വിളിക്കാൻ തുടങ്ങിയ ഈ നാട്ടിൽ ആരെ ഒഴിവാക്കുക? ഇപ്പൊ ഉള്ള മാതിരിയാണെങ്കിൽ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. കല്യാണം അത്രയൊക്കെ മതി. ചോറ് ഉപയോഗിച്ചാ മാത്രം പോരല്ലോ. ഓലൊന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഒരു 10-25 പവനെങ്കിലും കൊടുക്കണ്ടേ? അതൊക്കെ ഒരു മോശം വരാതെ നമുക്ക് ചെയ്യാം. അതിനാരെ മുമ്പിലും കൈ കിട്ടാൻ പോണ്ട. അവിടുന്ന് ഇവിടുന്നും പിരിപ്പിച്ച് ഒരു 5 പവൻ കൂടുതൽ കൊടുക്കണേക്കാട്ടും നല്ലത് 2-3 പവൻ കുറയണതാ. പണ്ടവും പണവും വേണ്ടാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ കുറെ വാങ്ങണത്? ആഭരണം അണിഞ്ഞാലും പെട്ടിയിൽ വെച്ചാലും അധികമുള്ളതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതിനുള്ളത് മുഴുവൻ കാലാകാലം ആഭരണാക്കി വെക്കണം നിർബന്ധമല്ല. നേട്ടുള്ള വഴികളിലേക്ക് തിരിക്ക. കുടുംബത്തിലോ കല്യാണം പറയാം, ഉപ്പയും ഉമ്മയും സീനത്തും കൂടി പോകണം. ഞാനും റിയാസും മറ്റുള്ളടത്തൊക്കെ പറയാം. പിന്നെ പണ്ടം വാങ്ങാൻ നമുക്ക് എല്ലാവർക്കും കൂടി അടുത്ത ആഴ്ച പോവാം. പോരെ? മോളെ ബ്ലൗസ് കൊണ്ടേക്ക് അടുത്തേക്ക. എന്തായി? വിവരം വല്ലതും കിട്ടിയോ? ഒരു വിവരമില്ല ഗോപാല. എന്താണിപ്പൊ നീ ചെയ്യ? നേരാണെങ്കി 12 മണിയായി. എനിക്കാണെങ്കി ആപ്പാടെ ബേജാറാണ്. നിങ്ങൾ ബേജാറാവല്ലേ, ഓൻ വരും. ചിലപ്പോ അവന് ദൂരേക്ക് വല്ല ട്രിപ്പും കിട്ടിയിട്ടുണ്ടാവൂ. എത്ര വലിയ ട്രിപ്പാണെങ്കിലും ഓ നേരത്തെ ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഇവിടുന്ന് പോലുള്ളൂ. വരാൻ പറ്റില്ലെങ്കിൽ ഓ ഫോൺ ചെയ്ത് പറയും. ഇതിപ്പോ രണ്ടുമില്ല, ആകെ കൂടി മനസ്സിൽ ബേജാറ്. റിയാസ് എവിടെ പോയി? ഓനോ? ഓ പള്ളറച്ച് ചോറുന്ന് പോത്തിനെ പോലെ കടന്നുറങ്ങണതാ. അപ്പോഴേ നിങ്ങൾ എണീക്ക്, നമുക്ക് ആ ബൂത്തിലോട്ട് പോയിട്ട് ഹാജിയാർക്ക് ഫോൺ ചെയ്യാം. ഹാജിയാർ എന്തെങ്കിലും വഴി കാണാണ്ടിരിക്കൂല. ഈ സമയത്ത് ബൂത്ത് തുറക്കോ ഗോപാല? 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ബൂത്തുകളില്ലേ? അത് നേരാ. ആയിഷോ, ഇഞ്ച കുപ്പായ എടുത്താ മോനെ. ഈ വീട്ടിക്ക് പോയിക്കോ. വീട്ടിലെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. ചെല്ല്. ആയിഷോ, നിങ്ങള് വാലടിച്ച് കടന്നോളി, ഞങ്ങള് വന്നിട്ട് വിളിക്കാം. നടക്കി. ആയിഷോ, വാലറക്ക്. ഇരിക്കു ഗോപാല. നെയ്യൾപ്പേക്കോ ഗോപാല, നേരെ 1 മണിയായില്ലേ. നിങ്ങൾ ആദ്യം അകത്ത് കയറി വാതിലടയ്ക്ക്, എന്നാലേ ഗോപാലൻ പോവുള്ളൂ. എങ്ങനെ ഗോപാല ഞാൻ പറഞ്ഞു? എന്നാ നേരം വെളുക്കുന്നവരെ നമുക്ക് ഇരിക്കാം. ഇങ്ങോട്ട് കേറി ഇരിക്കാചാരെ. എന്തിനാ പാചകങ്ങൾ ഈ അന്തിപ്പായരാക്കേണ്ടി പോന്നത്? അതൊരു വിഷയമല്ല, സംഗതിയല്ല മറേ.
ഈ ഇങ്ങനെ കുത്തിരുന്നതുകൊണ്ട് കാര്യല്ല. ഓൻ വരുമോ നോക്കുക, ഇല്ലെങ്കി രാവിലെ അന്വേഷിക്ക. ഓൻ ഒരു പെൺകുട്ടിയൊന്നുമല്ലല്ലോ, ഒരു ആൺകുട്ടിയല്ലേ. എന്നാ ഓനക്കൊത് വിളിച്ചു പറഞ്ഞൂടെ വരൂലാന്ന്. എങ്ങട്ട്? ഇവിടെ ഫോണുണ്ടോ? ആരാന്റെ പേരേക്ക് അന്തിപ്പാതിരൊക്കെ ആരെങ്കിലും വിളിച്ചു പറയോ? പ്രത്യേകിച്ചും സാദിക്ക്. ഫാറൂഖാണെങ്കിൽ രാത്രി വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് പോയതാ. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. ഒന്നുകൂടി നോക്കട്ടെ. ജാത്തുകേരി കടന്നം പറ ചെല്ലേ, എന്നിട്ടേ ഞാൻ പോണുള്ളൂ. കുറെ നേരായി ഇത് തന്നെ ഞാനും പറയുന്നു. ശരി, വാതിലടച്ച. ആ, ഞാൻ ലൈറ്റ് ഓഫ് ആക്കി.